ഹലോ, അബിയറ്റ് അവന്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുക്കിംഗ് വ്ലോഗ് എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഞാനൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ്, എനിക്ക് വെറൈറ്റി ഐറ്റമായിട്ട് തോന്നിയതാണേ. അപ്പം നമുക്ക് ചെയ്യാം, വായോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കൊത്തമല്ലി ചട്നിയാണേ. കൊത്തമല്ലി ചട്നി എന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇത് തമിഴ്നാട്ടുകാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊത്തമല്ലി ചട്നിക്ക് നമ്മൾ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ വറ്റൽമുളക്, ചെറിയ ഉള്ളി, അത് 3-4 ആവാം, അത് നമ്മുടെ ഇഷ്ടം. പിന്നെ ഗ്രീൻ ചില്ലി, മല്ലിയില, കടലപ്പരിപ്പ്. കടലപ്പരിപ്പിന് പകരം നമ്മൾ നമ്മുടെ വടയുണ്ടാക്കുന്ന പരിപ്പാവാം, അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എനിക്കിഷ്ടം കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പാകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് തോന്നും. കൊത്തമല്ലി ചട്നിക്ക് കൂടുതലും വേണ്ടുന്നത് കൊത്തമല്ലിയാണ് കൂടുതൽ നിൽക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് തേങ്ങ കുറച്ചിട്ട് കൊത്തമല്ലി കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. കൊത്തമല്ലി മുന്നേ നിൽക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. നമ്മൾ ആദ്യം പാൻ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുന്ന, പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. അത് വെളിച്ചെണ്ണ അവരവരുടെ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതിനനുസരിച്ച് മതി, കുറച്ച് വെളിച്ചെണ്ണ. ഇത് നമ്മൾ ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പഠിപ്പിച്ചാണ്, എൻ്റെ ഫ്രണ്ട് സൗന്ദര്യ. എന്നെ ഇതുപോലെ തക്കാളി ചട്നി, കൊത്തമല്ലി ചട്നി, നമ്മൾ കേരളത്തിലുള്ളവർ ഇതെല്ലാം ഒന്നും പ്രധാനമായിട്ടും നമ്മൾ കൊല്ലക്കാരി സാധാ ചമ്മന്തി സാമ്പാർ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ട് കൊത്തമല്ലി ചട്നി സൗന്ദര്യം എന്നെ പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ ആദ്യം ചെയ്തപ്പം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് അവിടുന്ന് വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്കും അതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മൾ കഴിക്കാത്തത് കൊണ്ടാവും. നമുക്ക് വേണ്ടുന്ന കടുക്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം വേണ്ടുന്നവർക്ക്. എനിക്ക് കടുക് വേണം കേട്ടോ, കടുക് ഇല്ലാത്ത ഒരിത് എനിക്കില്ല. പിന്നെ നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി, ഗ്രീൻ ചില്ലി, പിന്നെ കടലപ്പരിപ്പ്, ഇത് ഇത്രയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഉള്ളിയുടെ ആ ഒരു പച്ചച്ചെറിയും നമ്മൾ പച്ചമുളകിൻ്റെ ആ ഒരു സ്മെല്ല്, പിന്നെ കടലപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ ഒരിതായാൽ മതി, ജസ്റ്റ് കളറൊന്ന് ഇതായാൽ മതി. അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ ചെയ്യുമ്പം തന്നെ അതിനൊരു ഒരു ചെറിയ കളറൊന്ന് മാറും, അത്രയും മതി. പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ നമുക്ക് എത്ര പേർക്കാണ് വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുറച്ചങ്ങ് ചെയ്തിട്ട് പിന്നെ രാത്രിയിലത്തേക്കോ പിറ്റേന്നത്തേക്കൊക്കെ വേണ്ടുന്നത് പോലെ എടുക്കും. നമ്മൾ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെ ആ ഒരു ഇതൊന്ന് മാറി കിട്ടാനാണ് കേട്ടോ. ഒരുപാടങ്ങ് ഇതാവരുത്, ഒരുപാടങ്ങ് ഡ്രൈ ആക്കരുത് തേങ്ങ. ജസ്റ്റ് ഇതൊന്നാക്കിയാൽ മതി. അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കൊത്തമല്ലി വെക്കുക.
കൊത്തമല്ലിയും ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കാം. മല്ലിയൊക്കെ ജസ്റ്റ് നമ്മൾ ഈ ലീഫൊക്കെ എല്ലാം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇതാവും കേട്ടോ, ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് അവിഞ്ഞിതാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ ഒരു ഇത് മാറുന്നത് വരെ. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഇത് ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ, ഇലയെല്ലാം ഒന്ന് വാടി. പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മളറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരു വട്ടം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. കാരണം ഞാനും ഒരു സാധാരണ ഇതിൽ നമ്മൾ ചെയ്തതാണ്, പക്ഷേ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇതില്ലാതെ പറ്റത്തില്ല എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മസാല ദോശയുടെയൊക്കെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിതറിയില്ല, ഇപ്പോഴാണ് നമ്മളിതിൻ്റെ റെസിപ്പിയൊക്കെ പഠിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ആക്കിയെടുക്കുക. പിന്നെ ഇതെല്ലാം നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം സ്വല്പം വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ. കാരണം നമുക്കതിന് വേണം, നമ്മൾ ഒരുപാട് ഗ്രേവി ആണോ ഡ്രൈ അത് കുറച്ച് വെള്ളത്തിൽ മതിയോ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കാവേ. നമ്മളിതിന് ആവശ്യത്തിന് ഈ മിക്സിയിൽ അരയ്ക്കുമ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കാൻ ശ്രമിക്കണേ. ഉപ്പ് അതിൻ്റെ കൂടിട്ട് അരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതാവും. അല്ലാതെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ നിന്നാൽ കുറച്ചൊക്കെ അപ്പോൾ നമ്മുടെ കൊത്തമല്ലി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റണേ. ഇത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റുവാണേ. അപ്പോൾ നമ്മുടെ കൊത്തമല്ലി ചട്നി റെഡി ആയിട്ടുണ്ട്.
കൊത്തമല്ലി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ചെറിയ കൊത്തമല്ലി ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ കൊച്ച് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ കാണാം.